അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു സിറ്റ് ഔട്ടാണ്, ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് ഒരു തരം ഒരു എന്താ പറയുക ഒരു കരിങ്കല്ല് പോലത്തെ ഒരു ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വന്നാൽ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതൊരു പ്രത്യേക ഒരു ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഇതാണ്. അപ്പം ഞാനത് ഷോപ്പിൽ പോയപ്പം ഞാൻ ഒരു മൂലയിൽ ഈ സാധനം ഇരിക്കുന്ന കണ്ടു. എനിക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു എന്താ പറയുക ഒരു ലുക്ക്, നമ്മൾ സ്റ്റെപ്സ് ഒക്കെ ഇട്ടാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലിൽ നമ്മളത് എടുത്തു. പക്ഷെ നല്ല ഗ്രിപ്പുണ്ട്, ക്ലീനിങ് ഒക്കെ ഭയങ്കര ഈസിയാണ്. എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൈൻഡർ. അപ്പം നമ്മൾ സ്റ്റെപ്സിനെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തൊരു ക്രിസ്മസ് ട്രീ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കാരണം നമുക്ക് മുറ്റം വളരെ കുറവാണ്. കാർ പാർക്കിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു 3 ചെടികൾ, 2 ഒരു ബൊഗേവില്ല, ഒന്ന് ഈ ഒരു ട്രീ മാത്രമേ നിലവിലുള്ളൂ. പിന്നെ ബാക്ക് സൈഡ് കുറച്ച് പച്ചക്കറികളൊക്കെ നടണമെന്നുണ്ട്, അത് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മൾ സെറ്റ് ബാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ നടന്ന് നമുക്ക് വീടിന്റെ ചുറ്റും പോകാനുള്ള ഒരു സ്പേസും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് കറങ്ങി വീടിന് ചുറ്റും നമുക്ക് കറങ്ങി വരാം. ഒന്ന് ഫുൾ കാണിച്ചാലോ, പുറമൊന്ന് കാണിച്ചാലോ? ഒന്നോ അല്ലെങ്കിൽ പാപ്പു ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് കവർ ചെയ്തിരിക്കുന്നത് ഇച്ചിരി വെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുന്നത്. ഇത് മറ്റേ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ വീടുകളിലൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പുതിയ വീടുകളിലെല്ലാം ചെയ്യുന്ന ടൈപ്പ് ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിവിടെ അത്യാവശ്യം തുണികളൊക്കെ നമുക്ക് വാഷ് ചെയ്ത് വിരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ചെടി, ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ ചെടി നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കത്തിക്കാനായിട്ട് ഇതൊരു ഇൻസ്റ്റ പേജ് നമ്മൾ വാങ്ങിച്ചതാണ്. ഒരു ബർണറാണ്. ഇതിപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ച അടുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടിപൊളി സാധനമാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൽ കൊടുത്തിരിക്കാം. പിന്നെ വേറെ എന്താണ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ്. ഇവിടെ വേറെ ഫർണിച്ചേഴ്സ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഊഞ്ഞാല്, 2 സീറ്റുള്ള ഒരു ഊഞ്ഞാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാല് വേണമെന്നുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഞ്ച് മോഡൽ വരുന്ന ടൈപ്പ്, നമുക്ക് നന്നായിട്ട് ചാരിയിരിക്കാം. ഞാൻ ആക്ച്വലി ഇതിൽ എനിക്ക് കിടക്കാനും പറ്റും കേട്ടോ. എനിക്ക് ഹൈറ്റ് കുറവായിട്ട് എനിക്കിതിൽ കിടന്ന് നല്ല വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ വന്ന് കിടക്കാറൊക്കെ ഉണ്ട്.